राहुल गांधी बोल रहा है वो सच है और नरेंद्र मोदी प्रधानमंत्री नहीं बन रहा है। खत्म कहानी। जैसे अंग्रेजी में बोलते हैं गुड बाय थैंक यू। आपको विश्वास दिलाता हूं, आने वाले 5 साल में मोदी का गारंटी है देश पहले 3 वैश्विक इकोनॉमी में अपना जगह ले लेगा। ये पक्का जगह ले लेगा। आज जो 13.5 करोड़ गरीबी से बाहर आए हुए लोग हैं, वो एक प्रकार से मध्यम वर्ग की ताकत बन जाते हैं। जब गरीब की खरीद शक्ति बढ़ती है तो मध्यम वर्ग की व्यापार शक्ति बढ़ती है। जब गांव की खरीद शक्ति बढ़ती है तब कस्बे और शहर की आर्थिक व्यवस्था और तेज गति से दौड़ती है और यही इंटरकनेक्टेड हमारा अर्थ चक्र होता है। हम അതിനെതിരെ ഒരു വിഭാഗം രംഗത്ത് വന്നിട്ടുണ്ട്. ആ വിഭാഗം യാഥാസ്ഥികർ മാത്രമായിരുന്നില്ല. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അവകാശം ലഭിക്കേണ്ട, ആനുകൂല്യം ലഭിക്കേണ്ട, അതിന്റെ ഗുണം അനുഭവിക്കേണ്ട വിഭാഗം ആരാണോ അവരെ അന്നത്തെ വിശ്വാസത്തിന്റെ ആചാരത്തിന്റെ ശക്തി വെച്ച് അതിനെതിരെ അണിനിരത്താൻ കഴിഞ്ഞിരുന്നു. ഭീരുക്കളാണ് സംഘം ചേരുക. ഒറ്റയ്ക്ക് നിന്നാൽ മുട്ടുപിറയ്ക്കുന്നവർ, സ്വന്തം അഭിപ്രായം പറയാൻ ചങ്കുറപ്പില്ലാത്തവർ, ഇവരെല്ലാം ഒരു ബലത്തിനു വേണ്ടി ആൾക്കൂട്ടത്തെ സമീപിക്കും. കുറെയൊക്കെ സ്വന്തം ചിന്താഗതിയുള്ളവരുടെ സംഘത്തെയായിരിക്കും ഇവർ തിരഞ്ഞെടുക്കുക. ഇവർക്ക് മുമ്പേ വന്നുകൂടിയ ഭീരുവും പുതുതായി ചേർന്നവരുടെ പുത്തൻ ഭീരുത്വവും ചേർന്ന് ആ സംഘത്തെ ആകമാനം ഒരു ഭയം പിടികൂടും. ഭീരുക്കളുടെ കൂട്ടം ഒന്നു ചേർന്ന് ഒരു ദേഹമായി മാറി വലിയൊരു ഭീരുവായും തീരും. ചുറ്റുനിന്നും സംഘത്തെ ആക്രമിക്കാനും തകർക്കാനും നിരന്തരം ശ്രമങ്ങൾ നടക്കുന്നു എന്ന് ഈ ആൾക്കൂട്ടം ഇടയ്ക്കിടെ പരാതിപ്പെടും. സ്വയം ശക്തമെങ്കിൽ ആര് വിചാരിച്ചാലും ഞങ്ങളെ തകർക്കാനാവില്ല എന്ന യുക്തി ഇവർ ഭയത്താൽ മറക്കും. തിരിച്ചടിക്കില്ലെന്ന് ഉറപ്പുള്ള വ്യക്തികളെയോ സംഘങ്ങളെയോ പ്രത്യാക്രമണം എന്ന പേരിൽ ഇവർ ആക്രമിച്ചു കളയും. ഡോൺ കിക്സോട്ടിനെ പോലെ നിരന്തരം രണഭൂമിയിലാണ് സംഘം എന്നാണ് ഇവർ സ്വയം കരുതുക. അപ്പുറത്തുള്ള അടികൊണ്ട ആ പാവം പിടിച്ച സംഘം തിരിച്ചടിക്കുന്നില്ലെന്നുറപ്പായാൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ കാരണം പറഞ്ഞ് ഈ പ്രത്യാക്രമണം അവർ ആവർത്തിക്കും. ഇത് സംഘം സ്വയം ധൈര്യപ്പെടാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായുള്ള ഭയത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. പിന്നെ പിന്നെ നമ്മൾ ആക്രമണം മുൻകൂട്ടി കണ്ട് പ്രത്യാക്രമണം നടത്തിയ അപ്പുറത്തെ സംഘം നമ്മളെക്കാൾ എണ്ണം വർദ്ധിച്ച് തിരിച്ചടിച്ചാലോ എന്ന ഭയം ഈ കൂട്ടത്തെ പിടികൂടും. അപ്പോൾ പരക്കം പാച്ചിലായി. അംഗത്വ വർധനയാണ് ഏകമാർഗം. രാഷ്ട്രീയമാണ് സംഘത്തിന്റെ മുഖമെങ്കിൽ പ്രീണിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും അംഗത്വം നൽകും. ഭയന്നു നിൽക്കുന്നവരെ ഈ ഭയക്കാർക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. ഒന്ന് ഉമ്മാക്കി കാണിച്ചാൽ ഭീരുക്കളെല്ലാം അംഗമാവും. ഭീരുക്കളുടെ എണ്ണം കൂടുമ്പോൾ ഭീരുത്വവും കൂടും എന്നിവർ ഓർക്കറിയില്ല. ഇനി ഇതൊരു ജാതി മത സംഘമെങ്കിൽ എണ്ണം കൂട്ടാൻ പ്രസവിക്കൽ മാത്രമാണ് പോംവഴി. അങ്ങനെ സംഘബലം കൂട്ടാൻ ഭീരുക്കൾ നിരന്തരം ഭീരുക്കളെ പ്രസവിക്കാൻ തുടങ്ങും. വളരെ ശാന്തമായ ലോകം പോകുമ്പോൾ ജന്മനാ ഭീരുക്കളായ ഇവർ ഉറക്കത്തിൽ സ്വയം അങ്ങ് പേടിക്കും. മാധ്യമങ്ങൾ നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്നും സാമ്രാജ്യത്വ ശക്തികൾ നമ്മളെ ആക്രമിച്ചേക്കുമെന്നും ഇവർ ഭയക്കും. ഭയന്ന് വിറച്ച് അങ്ങോട്ട് കയറി കൊത്തും. തിരിച്ചുള്ളത് വാങ്ങി കെട്ടിയ ശേഷം പിന്നെ ഇരവാദമാണ്. ഞങ്ങളെ തല്ലിയേ എന്ന് മുദ്രാവാക്യം വിളിക്കും. കരയാൻ ഇവർക്ക് ഭയമാണ്. ഭീരുവാണെന്ന് ലോകം തിരിച്ചറിഞ്ഞാലോ? അപ്പോൾ വേദനകളും മോങ്ങലുകളും എന്തിന്, കാമം പോലും മുദ്രാവാക്യ രൂപത്തിലാണ് പുറത്തുവിടുക. ലോകത്തിന്റെ പിന്തുണ കിട്ടാൻ ചിലപ്പോൾ നിറം മുന്നിലേക്ക് വെച്ചും ചിലപ്പോൾ ലിംഗത മുന്നിലേക്ക് വെച്ചും ഒച്ചയുണ്ടാക്കും. പേടിച്ച് പുറത്തു വന്ന മലം പോലും ഞങ്ങൾക്ക് സമരായുധമാണെന്ന് പറഞ്ഞു കളയും. ഇടയ്ക്കിടെ സംഘബലം സ്വയം ബോധ്യപ്പെടാൻ കൂട്ടുകൂടും, കെട്ടിപ്പിടിക്കും,
കൈകോർക്കും, ഒരുമിച്ചുറങ്ങും. ഭയം കൂടിക്കൂടി ഒടുവിൽ സംഘം സ്വയം ഭയക്കാൻ തുടങ്ങും. അവൻ പ്രശ്നമാണല്ലോ, ഇവൾ പ്രശ്നമാകുമല്ലോ, അങ്ങനെ. പിന്നെ ഉത്സംഘ തീർപ്പാക്കൽ തുടങ്ങുകയായി. കാണിച്ചത് തെമ്മാടിത്തരമാണെന്ന് സംഘത്തിന് പുറത്തെ ധീരർ ശങ്കുറപ്പോടെ പറയുമ്പോൾ ഇവർ വീണ്ടും പതറും. ഞങ്ങളല്ല തീർപ്പാക്കിയതെന്ന് ആദ്യം പറയും. അത് പിടിക്കപ്പെടുമ്പോൾ ഭയന്ന് പതറി മറ്റൊരു കള്ളം പറയും. അതും പിടിക്കപ്പെട്ടാൽ പിന്നെ കിടന്ന് മെഴുകലാണ്. പ്രിയമുള്ളവരെ, തീരുമാനിക്കേണ്ടത് നമ്മൾ സ്വയം ഒരു ഭീരുവാണോ എന്നാണ്. ആണെങ്കിൽ ഈ ഭയങ്കര സംഘത്തിൽ തന്നെ ചേർന്നു നിൽക്കുക. നമ്മൾ കവിയെങ്കിൽ ഒപ്പം ഭീരുവുമാണെങ്കിൽ സംഘം ഭീരുവായ നമ്മളെ ഭയപ്പെടുത്തും. നിന്റെ കവിതയെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യില്ല, ശില്പി നിനക്ക് അംഗീകാരം തരില്ല, നടാ നിന്റെ സിനിമകളെ ഞങ്ങൾ തമസ്കരിക്കും, നിന്റെ നാടകത്തിന് വേദികൾ ലഭിക്കാതെ നോക്കും. ഇതെല്ലാം കേട്ട് നമ്മൾ ഭയന്ന് ഇവരോട് ചേർന്ന് നിൽക്കും. ഭീരുക്കളെങ്കിൽ അത് തന്നെ ചെയ്യുക. ഭീരുവായി തുടരുക. അംഗീകാരങ്ങളാൽ അലഞ്ഞ ജീവിതം തുടരുക. ഭയന്ന നമ്മളെ ഇക്ലിയാക്കാൻ ഇപ്പോൾ ഇവർ ഇടയ്ക്കിടെ പ്രശംസിക്കും. അത് നമ്മൾക്കങ്ങ് സുഖിക്കും. ഇക്ലിച്ച് ഇച്ചിരി ധൈര്യം വന്ന പോലെ തോന്നിയ നമ്മൾ പുറത്തു നിൽക്കുന്ന ധീരനെ വെറുതെ ഒന്ന് കടന്നാക്രമിക്കും. പണ്ടേ നോക്കി വെച്ചതാ. അപ്പോൾ സംഘം കൈയടിക്കും. ധീര ധീര എന്ന കരച്ചിൽ കേൾക്കുമ്പോൾ നമ്മൾക്ക് തോന്നും നമ്മൾ ശരിക്കും ധീരരായെന്ന്. പടുമണ്ടന്മാരും പടുഭീകരരും ആവാതിരിക്കാൻ നമ്മൾ ആദ്യം സ്വയം ധൈര്യപ്പെടേണ്ടതുണ്ട്. സംഘങ്ങളിൽ നിന്നും അടരേണ്ടതുണ്ട്. ഈ പാപക്കറ എനിക്ക് വേണ്ട. ഞാൻ അധ്യാപക സംഘടനയിൽ നിന്നും രാജിവെക്കുന്നു. എനിക്ക് ഈ കുറ്റബോധം പേറാൻ വയ്യ. ഞാൻ യൂണിയൻ അംഗത്വം ഉപേക്ഷിക്കുന്നു. ഈ നിറയേടിൻ പങ്ക് എനിക്ക് ഏൽക്കാൻ വയ്യ. ഞാൻ വിദ്യാർത്ഥി യൂണിയൻ വിടുന്നു. എൻ്റെ ശരികൾ എനിക്ക് പറഞ്ഞേ തരൂ. ഞാൻ സ്വതന്ത്രനാകുന്നു. ഇങ്ങനെ 10 പേർ പറഞ്ഞാൽ ഭീരുക്കൾ ഞെട്ടിവിറയ്ക്കുന്നത് കാണാം. ഭീരുക്കളെ ഒരിക്കലും സംഘം ചേരാൻ അനുവദിക്കരുത്. ചുരുങ്ങിയ പക്ഷം അതിൽ അംഗമാവുകയെങ്കിലും ചെയ്യരുത്.